പുതിയ കെട്ടിടങ്ങളും പദ്ധതികളും വന്നിട്ടും വാഹന പാർക്കിംഗ് തിരുവനന്തപുരം നഗരത്തിൽ ഇപ്പോഴും കീറാമുട്ടിയായി തുടരുന്നു. കോർപ്പറേഷൻ വക മൾട്ടി ലെവൽ പാർക്കിംഗ് കേന്ദ്രങ്ങൾ ഉണ്ടെങ്കിലും അത് പാർക്കിംഗ് പ്രശ്നത്തിന് സമ്പൂർണ്ണ പരിഹാരമാകില്ല. സ്ഥലപരിമിതി കാരണം നോ പാർക്കിംഗ് മേഖലകളിലും റോഡിലുമൊക്കെ വാഹനം പാർക്ക് ചെയ്യേണ്ട അവസ്ഥയിലാണ് ജനം. തിരുവനന്തപുരം നഗരം മനോഹരമാണ്. കാണാൻ ഒട്ടേറെ കാഴ്ചകളുണ്ട്. ഇവിടുത്തെ റോഡും ഒരു പരിധിവരെ സ്മാർട്ടായി കഴിഞ്ഞു. പക്ഷെ സ്മാർട്ട് അല്ലാത്തത് ഇവിടുത്തെ പാർക്കിംഗ് സംവിധാനമാണ്. എന്താണ് പ്രശ്നമെന്നല്ലേ? കാണാം. കാറിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ എത്തി വാഹനം പാർക്ക് ചെയ്ത് ദൂരയാത്ര പോകാമെന്ന് കരുതിയാൽ ചിലപ്പോൾ പണി കിട്ടും. പാർക്കിങ്ങിന് സ്ഥലമുണ്ടോ? ഫുള്ളാണോ? സ്റ്റാഫിനേ ഉള്ളൂ. അപ്പൊ ഇപ്പൊ നിലവിലിടാൻ പറ്റില്ല. തമ്പാനൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ് ഇത്. ഇവിടെ ഏതായാലും വണ്ടി ഇടാൻ സ്ഥലമില്ല. ഇനി അടുത്ത സ്ഥലത്തേക്ക് നോക്കാം. ഈ കാണുന്നത് നഗരസഭയുടെ മൾട്ടി ലെവൽ പാർക്കിംഗ് ആണ്. ഇനി ഇവിടെ സ്ഥലമുണ്ടോ എന്ന് നോക്കാം. ഇവിടെ കാറും ബൈക്കും പാർക്ക് ചെയ്യാം. പക്ഷേ പാർക്കിംഗ് ഫുള്ളാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഇനി ഏതായാലും അവിടെയും രക്ഷയില്ല. മിതമായ നിരക്കിൽ ഇവിടെ വാഹനം ഇടാമെന്നുള്ളതാണ് പ്രത്യേകത. 4 മണിക്കൂറിന് 40 രൂപയെ വരുന്നുള്ളൂ. ഈ മൾട്ടി ലെവൽ പാർക്കിങ്ങിൽ വാഹനം ഇട്ടാലുള്ള ഗുണം എപ്പോഴും സെക്യൂരിറ്റി ഉണ്ട്. പുതിയ കെട്ടിടമാണ്. വാഹനം വെയിലേൽക്കാതെ കിടക്കും. ഒപ്പം തന്നെ സുരക്ഷാ സംവിധാനമുണ്ട്, ക്യാമറയുണ്ട്, CCTV ഉണ്ട്. മൾട്ടി ലെവൽ പാർക്കിങ്ങിലും വാഹനം ഇടാൻ നിവൃത്തിയില്ല. ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നാലോ? തമ്പാനൂരിൽ കോർപ്പറേഷന്റെ പാർക്കിംഗ് സ്ഥലത്തേക്കാൾ കൂടുതൽ വാഹനങ്ങൾ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് പാർക്ക് ചെയ്യാം. എന്നാൽ റെയിൽവേയുടെ പാർക്കിംഗ് അത്ര സുരക്ഷിതവുമല്ല, കൊള്ള നിരക്കുമാണ് ഈടാക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ പാർക്കിംഗ് ഏരിയയിൽ വാഹനമിട്ടാൽ 2 മണിക്കൂർ വരെ 40 രൂപയാണ് നിരക്ക്. അത് കഴിഞ്ഞുള്ള ഓരോ മണിക്കൂറിലും 30 രൂപ വെച്ച് അധികം നൽകിക്കൊണ്ടിരിക്കണം. അതായത് ഒരു ദിവസം വാഹനം ഇട്ടിട്ട് പോയാൽ വലിയ തുകയാകും. കോർപ്പറേഷന്റെ പാർക്കിങ്ങിൽ വാഹനമിട്ടാൽ 4 മണിക്കൂറിന് 40 രൂപ മാത്രം. 8 മണിക്കൂറിന് 50, 16 മണിക്കൂറിന് 60. അതേസമയം റെയിൽവേ സ്റ്റേഷന്റെ മുൻഭാഗത്തെ ഏരിയയിൽ 16 മണിക്കൂർ വണ്ടിയിട്ടാൽ 420 രൂപയാകും. റോഡിൽ വാഹനമിട്ടാലുള്ള പോലീസ് നടപടികൾ ഭയന്നാണ് പലരും ഭീമമായ തുക നൽകുന്നത്. പൈസ കൊടുക്കാൻ ജനം തയ്യാറാണ് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. 10 രൂപയാണെങ്കിൽ 10 രൂപ. പക്ഷേ അതിന് ഈ സർക്കാരിൻ്റെ കയ്യിലുള്ളതോ അല്ലെങ്കിൽ സർക്കാരിന് ആക്സസ് ഉള്ളതോ ആയ സ്ഥലങ്ങളിലെല്ലാം എന്ത് ചെയ്യണം? അവിടെ എല്ലാം പാർക്കിങ്ങിനായിട്ട് അനുവദിക്കുക. അപ്പോൾ ആ ചുമ്മാ കിടക്കുന്ന ലാൻഡിൻ്റെ ഉപയോഗമായി അത് വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും. അവിടെ ആളുകൾ പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അതിന് വരുമാനവും കിട്ടുകയും. നഗരത്തിലെ ഗതാഗതക്കുരുക്ക് കണക്കിലെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ പലയിടങ്ങളിലും മൾട്ടി ലെവൽ പാർക്കിംഗ് നിർമ്മിക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ട് മാത്രം പ്രശ്നപരിഹാരമാകില്ല. ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട റോളുള്ളത് തദ്ദേശ സ്വയംഭരണ അവർ ഒരു ബിൽഡിംഗ് പണിയാൻ പെർമിഷൻ കൊടുക്കുമ്പോൾ അതിൽ എന്ത് യൂട്ടിലിറ്റിക്കാണ് അത് കൊടുക്കുന്നത്? അവിടെ വരാൻ സാധ്യതയുള്ള വാഹനങ്ങളുടെ ഒരു ആവറേജ് കണക്കനുസരിച്ചുള്ള പാർക്കിംഗ് സംവിധാനം ഒരുക്കാനായിട്ടുണ്ടെങ്കിൽ മാത്രമേ പെർമിറ്റ് കൊടുക്കാവുള്ളൂ. പക്ഷെ ഉയരുന്ന ഒരു ചോദ്യം, ഈ വാഹനങ്ങൾ ആളുകൾ എവിടെ വയ്ക്കും? ഇപ്പോഴും നഗരത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതെല്ലാം കണ്ടെത്തി പാർക്കിങ്ങിന് വേണ്ടി സൗകര്യമൊരുക്കിയാൽ ഒരു പരിധിവരെയൊക്കെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. പ്രേം ശശിക്കൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.